ഫ്രണ്ട്സ്, ലില്ലീസ് ഓഫ് ദ വാലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ബെൽജിയത്തിലാണ്. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രുസൽസ്. നമുക്കറിയാവുന്ന പോലെ യൂറോപ്യൻ യൂണിയൻ്റെയും അതുപോലെ തന്നെ നാറ്റോയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ്സിനും വാഫലിനും ഒക്കെ പ്രശസ്തിയുള്ള ബ്രുസൽസ്. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിന് കൂട്ടായിട്ടുള്ളത് ജിതിൻ ബ്രോയും നീതുവും അവരുടെ മക്കൾസായ അവിയനും നന്ദുക്കുട്ടിയും അതുപോലെ തന്നെ നിഷയും ലിയോ ബ്രോയും മക്കൾസായ ലിയോമും ജുവാനുമാണ്. അപ്പോൾ ഞങ്ങളുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. വോൾസ്ബുർഗിൽ നിന്നും ഏകദേശം 6 മണിക്കൂറാണ് ബ്രുസൽസിലേക്കുള്ള യാത്ര. എന്നാൽ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ടുള്ള യാത്രയായതുകൊണ്ട് 6 എന്നുള്ളത് ഒരു 8.5 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നേരെ പോയത് ബ്രുസൽസിൻ്റെ കേന്ദ്ര സ്ക്വയറായ ഗ്രാൻഡ് മാർക്കറ്റ് അഥവാ ഗ്രാൻഡ് പ്ലേസിലേക്കാണ്. കേന്ദ്ര സ്ക്വയറിൽ സമ്പന്നമായ ബൊറോക്ക് സ്റ്റൈലിലുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളും സിറ്റി മ്യൂസിയവും ഗോതിക് കിങ് ഹൗസസും ടൗൺ ഹാളും എല്ലാം കൊണ്ടും വളരെ സമൃദ്ധമായിരുന്നു. ചത്തുരം മുഴുവനും കല്ലുകൾ കൊണ്ട് പാകിയിട്ടുള്ളവയായിരുന്നു. പിന്നെ ടൗൺ ഹാൾ ആണെങ്കിൽ ഏകദേശം 315 അടി ഉയരമുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയമാണ്. അതിൽ ഏകദേശം 2.7 മീറ്റർ ഉയരത്തിൽ ഒരു പ്രതിമയുണ്ട്. ബ്രുസൽസ് നഗരത്തിന്റെ രക്ഷാധികാരിയായ സെന്റ് മൈക്കിൾസിന്റെ ഒരു സ്വർണത്തിൽ കടഞ്ഞെടുത്ത ഒരു വലിയ പ്രതിമ. ഇപ്പോൾ അത് സിറ്റി മ്യൂസിയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാൻഡ് പ്ലേസ് എന്നറിയപ്പെടുന്ന ഈ സിറ്റി സ്ക്വയർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. അവധിക്കാലമായതിനാൽ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് ബ്രുസൽസിലെ അല്ലെങ്കിൽ ബെൽജിയൻ ചോക്ലേറ്റുകളുടെ കേന്ദ്രമായ ഒരു കടയിലേക്കാണ്. അവിടെ വാഫൽസുകളാണ് അവിടുത്തെ പ്രധാനമായ വിശിഷ്ട വിഭവം. അതിൽ നിന്ന് ഞങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും വാഫൽസ് ഒക്കെ പല ഫ്ലേവേഴ്സിലുള്ളത് മേടിച്ചു കൊടുത്തു. അവർ വളരെ ഹാപ്പി ആയിരുന്നു. ചോക്ലേറ്റ്സും വാഫൽസും പോലെ തന്നെ വളരെ പ്രശസ്തമാണ് ബെൽജിയത്തിലെ ഫ്രൈസും അതുപോലെ തന്നെ ബിയറും. പിന്നെ ബെൽജിയത്തിലെ കുക്കിംഗ് ടെക്നിക്സും ലോകപ്രശസ്തമാർജിച്ചവയാണ്. അവിടുത്തെ ബ്രേസിംഗ് സിസ്റ്റവും അതുപോലെ സ്ലോ കുക്കിംഗ് മെത്തേഡും ഒക്കെ ലോകപ്രശസ്തി നേടിയിട്ടുള്ളവയൊക്കെ തന്നെയാണ്. പിന്നെ കടക്കാരൻ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മലയാളം സോങ് പ്ലേ ചെയ്തു തന്നു. അതുകൊണ്ട് മക്കളെല്ലാം പാട്ടെല്ലാം കേട്ട് നല്ല പൊളിച്ച് വാഫലൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണിപ്പം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ചോക്ലേറ്റ്സിൻ്റെ ഒരു ഷോറൂമിലേക്കായിരുന്നു. ചെന്നപ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ചോക്ലേറ്റ്സിൻ്റെ ഓരോ സാമ്പിളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. വിവിധ തരം വർണ്ണത്തിലുള്ളതും രുചിയിലുള്ളതും പലതരം ഷേപ്പുകളിലും ഉള്ളതുമായ നിരവധി ചോക്ലേറ്റിൻ്റെ കൂട്ടം തന്നെ. ഞങ്ങൾ ഓരോ ഫാമിലിയും എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ അവിടെ നിന്ന് വാങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പോയത് നേരെ സുവനീറിൻ്റെ കടയിലേക്കാണ്. മന്നക്കിൻ പിസ്. ബ്രസൽസിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിഹ്നങ്ങളിൽ ഒന്നായ മന്നക്കിൻ പിസിൻ്റെ ഒരു ചെറിയ സുവനീർ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. റോയൽ ഗാലറി ഓഫ് സെയിൻറ്റ് ഹ്യൂബർട്ടാണ് ഈ പുറകിൽ കാണുന്നത്. അവിടെയും ഒരുപാട് ഷോപ്പിംഗ് മോൾസുകൾ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് പ്ലേസിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി നടന്നത് പാർക്കെ ഡു സിൻക്വൻറ്ററി അഥവാ ജുബൽ പാർക്ക് എന്ന് പറയുന്ന കെട്ടിട സമുച്ചയത്തിലേക്കാണ്. ബെൽജിയം വിപ്ലവത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് AD 1880 പണി കഴിപ്പിക്കപ്പെട്ട 74 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന നഗരത്തിലെ ഒരു പാർക്കാണിത്. ഇതിന് ആകൃതിയിലുള്ള ഒരു ആർക്കേഡും ഇരുവശത്തും വലിയ ഹാളുകളുമുണ്ട്. ബ്രസൽസിലെ ഒരു ആധുനിക കെട്ടിട നിർമ്മിതിയായ അറ്റോമിയത്തിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. AD 1958 നിർമ്മിച്ച ഇത് ശാസ്ത്രീയ പുരോഗതിക്കുള്ള ആദര സൂചകമായാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രാൻഡ് പ്ലേസിന്റെ ഒരു അതിമനോഹരമായ ഒരു നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ സിറ്റിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര ചെയ്തു.
ഹലോ ഫ്രണ്ട്സ്, ബെൽജിയത്തിലെ ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബ്രൂസൽസിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ മാറിയുള്ള ബ്രൂഹ് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലെ കാഴ്ചകളിലേക്ക് പോകാനാണ്. ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻസിൽ ഒന്നായ കനാലിൽ കൂടിയുള്ള ഒരു ചെറിയ ബോട്ട് യാത്രയും പിന്നെ ഇവിടുത്തെ ചരിത്രപരവും വാണിജ്യപരവുമായ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ബ്രൂഹ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ കാഴ്ചകളാണ്. എല്ലാവർക്കും ഞങ്ങളുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിലുള്ള ബ്രൂഗസ് കനാലുകളാൽ ചുറ്റപ്പെട്ടതായ ഒരു ചെറിയ നഗരമാണ്. വടക്കൻ നഗരങ്ങളായ ആംസ്റ്റർഡാമും സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നിവയ്ക്കൊപ്പം ഇതിനെ ചിലപ്പോൾ വടക്കിൻ്റെ വെനീസ് എന്നും വിളിക്കാറുണ്ട്. തുറമുഖമുള്ളതുകൊണ്ട് തന്നെ ബ്രൂഹസ് ഒരു കാലത്ത് ലോകപ്രശസ്തമായ പ്രധാന വാണിജ്യ നഗരങ്ങളിൽ ഒന്നായിരുന്നു. ഇതിപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ് ഈ കനാലിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര. ബ്രൂഹസിലെ മാർക്കറ്റ് സ്ക്വയറിലേക്കായിരുന്നു അടുത്ത ഞങ്ങളുടെ യാത്ര. അവിടെ പലതരത്തിലുള്ള ഷോപ്പുകളുണ്ടായിരുന്നു. അതിൽ പ്രശസ്തമായിട്ടുള്ള ഒരു ബിയർ സെൻറ്ററിലേക്കാണ് ഞങ്ങൾ കയറി ചെന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന പലതരത്തിലുള്ള ബിയറുകൾ, പലതരം വലുപ്പത്തിലും രൂപത്തിലുമുള്ള ബിയറുകൾ ആസ്വദിക്കാൻ ധാരാളം വിദേശികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബിയറിനും ഒഴിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഗ്ലാസ്സുകളും അവിടെ അതിൻ്റെ ഓരോ വോളിയത്തിനനുസരിച്ചുള്ള ഗ്ലാസ്സുകളും അവിടെ പ്രത്യേകം അവർ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മധ്യകാല വാസ്തുവിദ്യയുടെ ഒരു ചരിത്ര കേന്ദ്രമായ ബെൽഫ്രൈ ആണ് ഈ കാണുന്നത്. 116 മീറ്റർ ഹൈറ്റുള്ള ഇഷ്ടികൾ കൊണ്ടുള്ള ഒരു നിർമ്മിതി. ഇത് ലോകത്തിലെ രണ്ടാമത്തെ ഇഷ്ടിക കൊണ്ടുള്ള ഗോപുരമാണ്. ഏറ്റവും അറിയപ്പെടുന്ന ലാൻഡ്മാർക്ക് കൂടിയാണിത്. ഇതിനെ ചുറ്റുപറ്റി കുതിര സവാരി ചെയ്യാനായിട്ട് ഒരുപാട് വിദേശികളുണ്ട്. ഞങ്ങൾ നിന്നപ്പോൾ തന്നെ ഒരു 8-10 കുതിര സവാരിക്കാരതിൽ കടന്നുപോയി. ഈ കാണുന്നതാണ് മാർക്കറ്റ് സ്ക്വയറിൻ്റെ ഒരു കംപ്ലീറ്റ് രൂപം. ഇതിന് പ്രധാന അട്രാക്ഷൻസിൽ ഒന്നാണ് ഇവിടുത്തെ സിറ്റി ഹാള്, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ഹോഫ് എന്നറിയപ്പെടുന്ന ഒരു നിർമ്മിതി. ഇവയൊക്കെ ഗോത്തിക് സ്റ്റൈലും ന്യൂ ഗോത്തിക് സ്റ്റൈലും രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങളാണ്. കടൽ തീരം നല്ല വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കപ്പെട്ടിട്ടുള്ളതും ശാന്തവുമായ സീബ്രുഹിലെ സ്ട്രാൻഡിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. ഏകദേശം 2 കിലോമീറ്റർ നീളവും 70 മീറ്റർ വീതിയുമുള്ള ഈ കടൽ തീരം സമ്മറിൽ ആഘോഷിക്കാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ കളിസ്ഥലങ്ങളുണ്ട് ഇവിടെ. വിശ്രമിക്കാനും പലതരം വാട്ടർ സ്പോർട്സിൽ ഏർപ്പെടാനുമായിട്ട് അനേകം ടൂറിസ്റ്റുകൾ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു.
ബ്രൂഹസ് പോലെ തന്നെ അതിമനോഹരമായ മറ്റൊരു സിറ്റിയായ കിൻഡിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. ഇത് ഷെൽഡ് ലീ നദികളുടെ ഒരു സംഗമ സ്ഥാനം കൂടിയാണ്. സെന്റ് നിക്കോളാസ് ചർച്ചും ബെൽഫ്രിയും കാസിൽ ഓഫ് കൗൺസും ഒക്കെ കൂടിയ ഒരു കൾച്ചറൽ ഹബ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മെഡീവിയൽ ആർക്കിടെക്ചറിന്റെ ഒരു കുത്തക തന്നെയാണ് ഈ സ്ഥലം. ഗ്രാവൻസ്റ്റീൻ കാസിലും സെന്റ് പവേഴ്സ് കത്തീഡ്രലും ഒക്കെ ഇവിടെയുണ്ട്. എൻ്റെ പട്ടണത്തിൻ്റെ തെരുവിൽ കൂടി ഞങ്ങളിങ്ങനെ നടന്നു. എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റുകളും അതിലെല്ലാം ഇരുന്ന് ടൂറിസ്റ്റുകൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാഴ്ചകളാണ്. ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താണല്ലോ ഈ സിറ്റി ഭയങ്കര മനോഹരമാണ്. പിന്നെ കുറേയും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബെർലിനെ ഓർമ്മിപ്പിക്കുന്ന വാൾ പെയിൻസോട് കൂടിയ ഒരു കുറേ ദൂരം നടക്കാനുള്ള നല്ലൊരു പാതയായിരുന്നു. അതിൽ കാര്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടന്നു. ബെൽജിയത്തിലെ തേർഡ് ഡേ ആയ ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം ആന്റ്വെർപ്പിലുള്ള ചോക്ലേറ്റ് മ്യൂസിയം അഥവാ ചോക്ലേറ്റ് നേഷൻ കാണുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബെൽജിയം ചോക്ലേറ്റുകളുടെ ഒരു മ്യൂസിയമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മ്യൂസിയം അല്ല, ഒരു അനുഭവങ്ങളുടെ മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. 10 വ്യത്യസ്ത രുചികളിലുള്ള ചോക്ലേറ്റുകൾ നമുക്കിവിടെ ആസ്വദിക്കാനായിട്ട് കഴിയും. ഫാമിലി ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറി കഴിയുമ്പോൾ 14 തിമാറ്റിക് റൂമുകളിലായിട്ട് 60 മുതൽ 90 വരെ മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യാത്രയാണിത്. ആ യാത്രയിൽ ബെൽജിയൻ ചോക്ലേറ്റിന്റെ കഥ ഓരോരുത്തരോടുമായി ഒരു ഓഡിയോ ഗൈഡൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ബെൽജിയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ബെൽജിയം ചോക്ലേറ്റ് തന്നെയാണല്ലോ. ഈ യാത്രയിൽ ബെൽജിയം ചോക്ലേറ്റിന്റെ കഥ നമ്മളോട് അവർ പറഞ്ഞു തരും. ഭൂമധ്യരേഖയിലെ കൊക്കോ തോട്ടങ്ങളിൽ നിന്നാണ് ടൂർ ആരംഭിക്കുന്നത്. കൊക്കോ ബീൻസിനെ തുടർന്ന് ആന്റ്വെർപ്പിലെ ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കോ സംഭരണ തുറമുഖത്തിലേക്ക് നമ്മെ അവരെത്തിക്കുന്നു. ചോക്ലേറ്റ് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്നും വെൽവെറ്റ് പോലുള്ള മിനുസമാർന്ന രുചി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നുള്ള ഒരു ഭീമാകാരമായ ഫാന്റസി മെഷീൻ പ്രദർശിപ്പിക്കുന്നു ആദ്യം തന്നെ. പിന്നെ മ്യൂസിയത്തിലൂടെയുള്ള നമ്മുടെ പര്യടനത്തിൽ ചോക്ലേറ്റിന്റെ ലോകമെമ്പാടുമുള്ള പ്രശസ്തി നേടിയെടുത്തതിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യങ്ങളും ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും നൂതന ആശയങ്ങളും എന്നിവയെല്ലാം അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിക് സിസ്റ്റവും ഈ റൂമിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ട് നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്നതാണോ എന്ന് നമ്മൾ ശങ്കിച്ചു പോകും. അതുപോലെ മനോഹരമായിട്ടാണ് അവരിതിന്റെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായിട്ട് തരുന്നത്.
നമുക്കൊരു ഓഡിയോ ഗൈഡ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്കാൻ ചെയ്യാൻ പറ്റും. ഓരോ റൂമും സ്കാൻ ചെയ്താണ് അകത്ത് കയറുന്നത്. അവരതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം പറഞ്ഞു തരും. അത് കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു. ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് അത്.
ചോക്ലേറ്റിൻ്റെ കഥകളും ചരിത്രവും രുചിയും എല്ലാം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ട് വരുന്നത് ഇവരുടെ ഒരു ഔട്ട്ലെറ്റിലേക്കാണ്. നമുക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സിലുള്ള ചോക്ലേറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തു. ഇനി പിള്ളേരെല്ലാം വലിയ ഹാപ്പിയാണ്, കാരണം വയറ് നിറയെ ചോക്ലേറ്റ് അകത്തുനിന്ന് കഴിച്ചു, നല്ല രുചിയിലുള്ളത്. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം തന്നെ വൈകുന്നേരം ആകാറാകുന്നു. നമുക്കിവിടുന്ന് നേരെ ജർമ്മനിക്ക് പോകണം. വീണ്ടുമുണ്ട് 6-8 മണിക്കൂർ യാത്ര. എന്താണെങ്കിലും കുട്ടികളെല്ലാം നല്ല ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ 3 ദിവസത്തെ യാത്ര വളരെ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു.